തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ആ ഒരു പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിനെ പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിന്റെയും തെർമോഡൈനാമിക്സിന്റെയും കൂടെ അവർ തമ്മിലുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോറിലേഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ഒരു ലിങ്ക്, അതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള കുറെ റിലേഷൻസ് ചേർന്നിട്ടുള്ള കുറെ പുതിയ കൺസെപ്റ്റുകളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ യൂഷ്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സിനകത്ത് സാധാരണ നമ്മൾ എനർജി ലെവൽസ് ഓഫ് ദ മോളിക്കുലാർ സിസ്റ്റംസ്, അതായത് ഇപ്പൊ ആറ്റംസ് ആയിക്കോട്ടെ, മോളിക്യൂൾസ് ആയിക്കോട്ടെ, അങ്ങനെ മോളിക്കുലാർ സിസ്റ്റങ്ങളുടെ എനർജീസ് ആണ് യൂഷ്വലി ക്വാണ്ടം മെക്കാനിക്സിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നമ്മളിപ്പം എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം, എനർജി ഓഫ് ഹീലിയം മോളിക്യൂൾ, അങ്ങനെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, അങ്ങനെ മോളിക്കുലാർ സിസ്റ്റങ്ങളുടെയൊക്കെ എനർജീസ് ആണ് യൂഷ്വലി ക്വാണ്ടം മെക്കാനിക്സിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. തെർമോഡൈനാമിക്സിലോട്ട് വരുമ്പോഴത്തേനോ ഒരു സിസ്റ്റത്തിന്റെ ആവറേജ് പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പൊ ആവറേജ് ഇന്റേണൽ എനർജി, ആവറേജ് എൻതാൽപ്പി, എൻട്രോപ്പി, അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ആവറേജ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ യൂഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് വന്നപ്പോഴത്തേന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ പോലെ ഇൻഡിവിജ്വൽ മോളിക്കുലാർ പാർട്ടിക്കിൾസിന്റെ എനർജീസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി ഒരു ബൾക്കായിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിന്റെ ലിങ്ക് ബിറ്റ്വീൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സിലെ പോലെ ഇൻഡിവിജ്വൽ മോളിക്കുലാർ പാർട്ടിക്കിൾസിന്റെ എനർജീസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി ബൾക്ക് പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഒരു ബൾക്ക് പ്രോപ്പർട്ടീസിന്റെ ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുകൊണ്ടിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനെ യൂഷ്വലി ലിങ്ക് ബിറ്റ്വീൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. In statistical thermodynamics, we will start from the individual molecular energies in quantum mechanics and end up in equations relating the bulk properties in thermodynamics. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ യൂഷ്വലി ഇൻഡിവിജ്വൽ മോളിക്കുലാർ എനർജീസ്, ക്വാണ്ടം മെക്കാനിക്സിലെ പോലെ ഇൻഡിവിജ്വൽ മോളിക്കുലാർ എനർജീസിന്റെ കൺസെപ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫൈനലി ബൾക്ക് പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സിലെ പോലെ ബൾക്ക് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഒരു ട്രാൻസ്ഫർ. അതുകൊണ്ടിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനെ ലിങ്ക് ബിറ്റ്വീൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ കൺസെപ്റ്റുകളിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പുതിയ ടേംസുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ യൂഷ്വലി ഇപ്പം ഒരു സിസ്റ്റം കൺസിഡർ ചെയ്താൽ ആ സിസ്റ്റത്തിനകത്ത് ഇപ്പം കുറെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണുമായിരിക്കും, അല്ലെ കുറെ നമ്പർ ഓഫ് ആറ്റംസ് കാണുമായിരിക്കും. അപ്പൊ ഈ മോളിക്യൂൾസിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, മോളിക്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ കുറെ പുതിയ ടേമുകളിലോട്ട് എത്തിച്ചേരും. പ്രോബബിലിറ്റി എന്താണ്, പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെ കുറെ ടേംസിലോട്ട് എത്തും. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനകത്ത് മോളിക്യൂൾസിന് ഏതൊക്കെ പോസിബിൾ രീതിയിൽ അറേഞ്ച് ചെയ്യാം, ആ അറേഞ്ച്മെന്റിന്റെ കൺസെപ്റ്റും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി, പാർട്ടീഷൻ ഫംഗ്ഷൻ, അങ്ങനെ കുറെ പുതിയ ടേംസിലോട്ട് എത്തും. അപ്പൊ അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് പുതിയ പുതിയ ടേംസ് പരിചയപ്പെടും. ആ പുതിയ ടേംസിൽ നിന്ന് നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണ്, അങ്ങനത്തെ കുറച്ച് വലിയ കൺസെപ്റ്റിലോട്ട് പോകാം. അപ്പം കുറെ പുതിയ ടേംസ് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് ആണ് അസംബ്ലി. അസംബ്ലിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ഐഡന്റിക്കൽ എൻറ്റൈറ്റീസ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള കുറെ ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ അസംബ്ലി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഐഡന്റിക്കൽ എൻറ്റൈറ്റീസ്, അതായത് ഇപ്പൊ ഒരേ ആളുകളുടെ ഒരു ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ കുറെ ഹൈഡ്രജൻ ആറ്റംസിനെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ഹൈഡ്രജൻ ആറ്റംസിന്റെ മാത്രമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള കുറെ ഹൈഡ്രജൻ ആറ്റംസിന്റെ ഒരു ഗ്രൂപ്പ്, അതിനെ നമുക്കൊരു അസംബ്ലി എന്ന് പറയാം. അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്ത് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്ത് യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് ഉണ്ട്. അസംബ്ലി എന്താണ്, എൻസംബിൾ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അങ്ങനെ കുറെ വേർഡ്സുകളുണ്ട്. അപ്പൊ ആ വേർഡ്സ് ഒക്കെ ഫിമിലർ ആയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ഈ വേർഡുകളൊക്കെ എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്,
ആ ഒരു ഫെമിലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കുറെ ഡെഫിനേഷൻസ് ഒക്കെ. അപ്പൊ ജസ്റ്റ് എന്താ കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ. അപ്പൊ അസംബ്ലി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐഡന്റിക്കൽ എൻറ്റൈറ്റീസ്. അപ്പൊ ഒരുപോലെയുള്ള കുറെ ആളുകളുടെ ഒരു ഗ്രൂപ്പ്, ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനകത്ത് അസംബ്ലി എന്ന് പറയുന്നത്. ഇനി എൻസെമ്പിൾ. എൻസെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് അസംബ്ലീസ്. അപ്പം കുറെ, ഇതൊരു അസംബ്ലി ആണ്, ഇത് വേറൊരു അസംബ്ലി ആണ്, ഇത് വേറെ അസംബ്ലി, ഇത് കുറെ ഐഡന്റിക്കൽ പാർട്ടിക്കിൾസിന്റെ ഒരു ഗ്രൂപ്പ്, ഇത് കുറെ ഐഡന്റിക്കൽ എൻറ്റൈറ്റീസിന്റെ ഒരു ഗ്രൂപ്പ്, ഇത് കുറെ ഐഡന്റിക്കൽ എൻറ്റൈറ്റീസിന്റെ ഒരു ഗ്രൂപ്പ്. അപ്പൊ ഇൻഡിവിജ്വലി നോക്കിയാൽ ഇതൊരു അസംബ്ലി ആണ്, ഇതൊരു അസംബ്ലി ആണ്, ഇതൊരു അസംബ്ലി ആണ്. അപ്പൊ കുറെ അസംബ്ലികളുടെ കളക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻസെമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ കുറെ അസംബ്ലീസിന്റെ കളക്ഷൻ ആണ് എൻസെമ്പിൾ എന്ന് പറഞ്ഞു. പക്ഷെ ഈ അസംബ്ലി, ഈ അസംബ്ലി, ഈ അസംബ്ലി ഇവരെല്ലാവരും പരസ്പരം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് ഒരാളുടെ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നതനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അടുത്ത ആൾക്ക് ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. അതായത് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഈ ഡിഫറെന്റ് അസംബ്ലീസ്. പക്ഷെ മൈക്രോസ്കോപ്പിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. മൈക്രോസ്കോപ്പിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പം എൻസെമ്പിൾസ് എല്ലാം ഐഡന്റിക്കൽ ആയിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷെ ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ. അതായത് ഒരാൾക്ക് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നു എന്ന് വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരാൾക്ക് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഐഡന്റിക്കൽ ആയിട്ട് ഉള്ള കുറെ ആളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ അസംബ്ലി എന്ന് പറയുന്നത്. ഇനി കുറെ അസംബ്ലികളുടെ ഒരു കൂട്ടത്തിനെ, കുറെ അസംബ്ലികളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ എൻസെമ്പിളിനകത്ത് അസംബ്ലീസ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ പക്ഷെ ഐഡന്റിക്കൽ ആണ്. ഇതേപോലെയുള്ള ഒരു അസംബ്ലി, അങ്ങനെ കുറെ ഒരുപോലെയുള്ള അസംബ്ലീസിന്റെ ഒരു കൂട്ടമാണ് എൻസെമ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള ഓരോ അസംബ്ലീസും ഐഡന്റിക്കൽ ആണ്, പക്ഷെ ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരാണ്. ഇനി നമ്മൾ എൻസെമ്പിളിനകത്തുള്ള 3 ഡിവിഷൻസ് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചിരിക്കണം. ഇതാണ് 3 ഡിവിഷൻസ്: കനോണിക്കൽ എൻസെമ്പിൾ, മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ, ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ. കനോണിക്കൽ എൻസെമ്പിൾ, മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ, ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് എൻസെമ്പിൾസ് ആണ് ഉള്ളത്. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം 3 പേർക്കും ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് എസെൻഷ്യലി ഇൻഡിപെൻഡന്റ് സിസ്റ്റംസ് ഹാവിംഗ് സെയിം. കനോണിക്കൽ എൻസെമ്പിൾ ആവുമ്പോൾ സെയിം എന്താ, n എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എഴുതാം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, v എന്ന് പറഞ്ഞാൽ വോളിയം, e എന്ന് പറഞ്ഞാൽ എനർജി, t എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, mu എന്ന് പറഞ്ഞാൽ കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പൊ ഇത് ഇത്രയാണ് ടേംസ്. അപ്പൊ നോക്ക്, canonical ensemble ആവുമ്പോൾ it is a collection of large number of essentially independent systems having same number of particles, volume and temperature. അതായത് canonical ensemble എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ensemble എന്ന് പറഞ്ഞാൽ കുറെ ഐഡന്റിക്കൽ ആയിട്ടുള്ള കുറെ അസംബ്ലീസിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ensemble എന്ന് പറയുന്നത്. അതിൽ canonical ensemble എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അസംബ്ലീസ് അല്ലെങ്കിൽ ഓരോ കൂട്ടം ചുമ്മാതെ കുറെ ആളുകളെ കൂട്ടിയിട്ടിട്ട് നമുക്ക് ensemble ആണെന്ന് പറയാൻ പറ്റത്തില്ല. canonical ensemble എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ടേം വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറെ അസംബ്ലീസ് ഉണ്ടേ, ആ അസംബ്ലീസ് ഉള്ള എല്ലാവരുടെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ വോളിയം സെയിം ആയിരിക്കണം, ദെൻ ടെമ്പറേച്ചർ സെയിം ആണ്. ഈ 3 കണ്ടീഷൻസും ഈ അസംബ്ലീസ് ഉള്ളവരെല്ലാം, ഈ എൻസെമ്പിളിനകത്തുള്ള എല്ലാ അസംബ്ലീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയാം. അപ്പൊ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് എസെൻഷ്യലി ഇൻഡിപെൻഡന്റ് സിസ്റ്റം, കുറെ സിസ്റ്റത്തിന്റെ കളക്ഷൻ ആണ് കാനോണിക്കൽ എൻസെമ്പിൾ. എങ്ങനെയാണെങ്കിലും അവരെ കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് വിളിക്കാൻ പറ്റൂ. ആ കളക്ഷനിലുള്ള എല്ലാ സിസ്റ്റത്തിനും സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കണം, സെയിം വോളിയം ആയിരിക്കണം, സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം. സോ ആ ടേംസ് ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ആവേണ്ടതെന്നുള്ളത് ഓർത്ത് വെച്ചോണം. കാനോണിക്കൽ എൻസെമ്പിളിനകത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, ടെമ്പറേച്ചർ, ഇവർ 3 പേരുമാണ് കോൺസ്റ്റന്റ് ആയിരിക്കേണ്ടത്. അടുത്തത് മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ. മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിനകത്ത് ഇതുപോലെ തന്നെ കുറെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ കളക്ഷൻ ആണ്. ആ സിസ്റ്റത്തിനെ നമുക്ക് മൈക്രോ കാനോണിക്കൽ എന്ന് വിളിക്കണമെങ്കിൽ ഇതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 3 കാര്യങ്ങൾ, 3 ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം. അതായത് എല്ലാത്തിലും
അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, എനർജി, ഈ 3 ഫാക്ടേഴ്സും ആ സിസ്റ്റത്തിൽ എല്ലാവർക്കും കോൺസ്റ്റന്റ് ആണെങ്കിലാണ് നമ്മൾ മൈക്രോ കനോണിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് കുറെ അസംബ്ലീസ് കാണും, കുറെ സിസ്റ്റങ്ങളുടെ ഒരു കളക്ഷൻ ആണ് മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ. അതിന് മൈക്രോ കനോണിക്കൽ എന്ന് വിളിക്കണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്: ഈ എല്ലാ സിസ്റ്റത്തിന്റെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കണം, വോളിയം സെയിം ആയിരിക്കണം, ദെൻ എനർജി സെയിം ആയിരിക്കണം. ഡിഫറൻസ് വന്നത് എവിടെയാ? കനോണിക്കലിനകത്തും മൈക്രോ കനോണിക്കലിനകത്തും കോൺസ്റ്റന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയം ആണ്. പിന്നെ ഡിഫറൻസ് വന്നത് കനോണിക്കലിനകത്ത് ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്, ദെൻ മൈക്രോ കനോണിക്കൽ വന്നപ്പോഴത്തേന് എനർജി ആണ് കോൺസ്റ്റന്റ്. ദെൻ മൂന്നാമത്തെ എൻസെമ്പിൾ ആണ് ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ. ഇപ്പൊ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എൻസെമ്പിളിനകത്ത് കുറെ സിസ്റ്റംസ് ഉണ്ട്. സിസ്റ്റത്തിന്റെ എല്ലാം mu, chemical potential, then volume, then temperature. ഈ 3 ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയും. അപ്പം കുറെ സിസ്റ്റത്തിന്റെ കളക്ഷൻ ആണ്. അതിൽ എല്ലാ സിസ്റ്റത്തിന്റെയും കെമിക്കൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം, വോളിയം സെയിം ആയിരിക്കണം, ദെൻ ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. ഈ 3 ഫാക്ടേഴ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയും. അപ്പൊ നോക്കിയേ, 3 കനോണിക്കൽ, മൈക്രോ കനോണിക്കൽ, ഗ്രാൻഡ് കനോണിക്കൽ, ഈ 3 കേസസിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആൾ ആരാണ്? വോളിയം ആണ് അല്ലേ? ഇവിടെയും വോളിയം കോൺസ്റ്റന്റ് ആണ്, ഇവിടെയും വോളിയം കോൺസ്റ്റന്റ് ആണ്, ഇവിടെയും വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ 3 എൻസെമ്പിൾസിനകത്തും കോൺസ്റ്റന്റ് ആയിട്ട്, കോമൺ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് വോളിയം ആണ്. അപ്പം തിരിഞ്ഞു പോരുത്. കനോണിക്കലിനകത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. മൈക്രോ കനോണിക്കലിനകത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, എനർജി ആണ് കോൺസ്റ്റന്റ്. ഗ്രാൻഡ് കനോണിക്കലിനകത്ത് കെമിക്കൽ പൊട്ടൻഷ്യൽ, വോളിയം, ദെൻ ടെമ്പറേച്ചർ, ഇവർ 3 പേരുമാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആളുകൾ. നമുക്ക് 3 സിസ്റ്റത്തിനെ ഒന്നും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമേ. അപ്പൊ നമുക്ക് 3 എണ്ണത്തിനകത്ത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ സിസ്റ്റംസ് ഓഫ്. 3 എണ്ണത്തിനെ നമ്മൾ പറയുന്നു കനോണിക്കലിൽ എങ്ങനെയാണ്, മൈക്രോ കനോണിക്കലിൽ എങ്ങനെയാണ്, ഗ്രാൻഡ് കനോണിക്കലിൽ എങ്ങനെയാണ്. അതിന്റെ നമ്മൾ കുറെ സിസ്റ്റത്തിന്റെ കളക്ഷൻ ആണ്, കുറെ സിസ്റ്റത്തിന്റെ കളക്ഷൻ ആണ് ഈ 3 എൻസെമ്പിൾസ് എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ സിസ്റ്റത്തിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിട്ട് വോൾസ് കാണും. അപ്പൊ ആ വോൾസിന്റെ പ്രത്യേകത എന്തെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കനോണിക്കലിനകത്ത് ഈ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വോൾസ് എങ്ങനെയായിരിക്കണം, മൈക്രോ കനോണിക്കൽ ആകുമ്പോഴത്തേന് അത് എങ്ങനെയായിരിക്കണം, ഗ്രാൻഡ് കനോണിക്കൽ ആകുമ്പോഴത്തേന് ആ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വോൾസ് എങ്ങനെയായിരിക്കണം, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയേ, കനോണിക്കൽ സിസ്റ്റം നോക്കിയാൽ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് ആയിട്ടിരിക്കേണ്ട ആളുകൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം, ടെമ്പറേച്ചർ, ഈ 3 ആളുകളാണ് കോൺസ്റ്റന്റ് ആവേണ്ടത്. അപ്പൊ ഈ 3 ആളുകൾ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഈ സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വോള് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. 3 സിസ്റ്റത്തിൽ കോമൺ ആണ്, വോൾസ് റിജിഡ് ആയിട്ടുള്ള വോൾസ് ആയിരിക്കണം, അത് കോമൺ ആണ്. ഇനി 2 ഫാക്ടേഴ്സ് ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, ആ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കി, കനോണിക്കൽ എൻസെമ്പിൾ ആകുമ്പോഴത്തേന് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിമൈൻസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഈ വോൾസ് പെർമിയബിൾ ആയിട്ടുള്ള വോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള പാർട്ടിക്കിൾസിന് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാം, അതുപോലെ വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള പാർട്ടിക്കിൾസിന് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ n കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമോ? ഇല്ല. അപ്പം n കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ വോള് ഇംപെർമിയബിൾ ആയിരിക്കണം, ഇവിടെയുള്ള പാർട്ടിക്കിൾസിന് ഇങ്ങോട്ട് കടത്തി വിടാത്തവരായിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രത്യേകത വോളിന്റെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈ വോൾ എന്ന് പറഞ്ഞാൽ ഇംപെർമിയബിൾ ആയിട്ടുള്ള വോൾ ആയിരിക്കണം. ഇനി നോക്കുക, അടുത്തൊരു ഫാക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് വരേണ്ടത് ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ നോക്ക്, ഇപ്പൊ ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ്, ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ്, ഇതിൻ്റെത് 10 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ എല്ലാവരുടെയും ഓരോ സിസ്റ്റത്തിന്റെയും പല ടെമ്പറേച്ചർ ആണ്. ഈ വോൾസ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമോ ടെമ്പറേച്ചർ? ഈ സിസ്റ്റത്തിന് 20 ആയിട്ട് നിൽക്കും, ഈ സിസ്റ്റത്തിന് 30 നിൽക്കും, ഈ സിസ്റ്റത്തിന് 10, അങ്ങനെ ചേഞ്ച് ആയിട്ട് നിൽക്കും. പക്ഷേ നമ്മുടെ വോൾസ് കണ്ടക്ടിങ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 20, ഇവിടെ 30, ഇവിടെ 10, അങ്ങനെ പല സിസ്റ്റത്തിനും പല ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹീറ്റ് കൂടുതലുള്ളിടത്തുനിന്ന് ഹീറ്റ് കുറവുള്ളിടത്തോട്ട് ഈ വോൾ വഴി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കനോണിക്കൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണം. അതിന് വേണ്ടിയിട്ട് കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു വോൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ടെമ്പറേച്ചർ കൂടുതലുള്ളിടത്തുനിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞെടുത്തോട്ട് പോയി നമുക്ക് എല്ലായിടത്തും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആക്കി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കനോണിക്കൽ സിസ്റ്റം വന്നപ്പോഴത്തേന് ഇംപെർമിയബിൾ വോൾ ആയിരിക്കണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് മീൻസ് അവരുടെ വോൾ ഇംപെർമിയബിൾ ആയിരിക്കണം, പാർട്ടിക്കിൾസിനെ കടത്തിവിടാത്തവരായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഫീച്ചർ പറഞ്ഞത്. കനോണിക്കൽ എൻസെമ്പിളിനകത്ത് അവരുടെ വോൾസ് എന്ന് പറഞ്ഞാൽ ഇംപെർമിയബിൾ ആയിരിക്കണം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഹീറ്റ് കണ്ടക്ടിങ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കണം.